നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ പാഴ്സി ചരിത്രം എന്നത് പേർഷ്യയിൽ നിന്ന്, അതായത് ഇന്നത്തെ ഇറാനിൽ നിന്നുള്ള പാഴ്സി കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ടതാണ്. സസാനിയൻ സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം മതപരമായ പീഡനങ്ങളെ തുടർന്ന് പാഴ്സികൾ ഇറാനിൽ നിന്ന് പലായനം ചെയ്തു. അവർ ആദ്യം ഹോർമുസിൽ അഭയം തേടി, പിന്നീട് കപ്പൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു. 7-ാം നൂറ്റാണ്ടിൽ അറബികളുടെ അധിനിവേശത്തെ തുടർന്ന് പാഴ്സികൾ ഇറാനിൽ നിന്ന് പലായനം ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. ഇവരാദ്യം ഹോർമുസിലാണ് താമസമാക്കുന്നത്. അവിടെ നിന്ന് കപ്പൽ മാർഗമാണ് ദിയുവിൽ എത്തിയിരുന്നത്. ദിയുവിൽ 19 വർഷം താമസിച്ചു. അതിനുശേഷം അവർ ഗുജറാത്ത് തീരത്ത് കപ്പൽ മാർഗം എത്തി. കൊടുങ്കാറ്റിനെ തുടർന്ന് അവർ അവിടെ അകപ്പെട്ടു പോവുകയായിരുന്നു. അന്ന് ഗുജറാത്തിലെ ഭരണാധികാരിയായിരുന്ന ജദ്ദിയുടെ സഹായത്തോടെയാണ് അവർക്കവിടെ താമസിക്കാൻ കഴിയുന്നത്. പേർഷ്യയിൽ നിന്നുള്ളവരായതിനാൽ ഇന്ത്യയിലെ ആളുകൾ അവരെ പാഴ്സികൾ എന്ന് വിളിക്കാൻ തുടങ്ങി. ഗുജറാത്തിലെ ഭരണാധികാരികൾ പാഴ്സികൾക്ക് അഭയം നൽകി അവർക്ക് സമാധാനപരമായി ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഈ കാലയളവിൽ പാഴ്സികൾ തങ്ങളുടെ സംസ്കാരവും പാരമ്പര്യവും സംരക്ഷിച്ചു വന്നു. പാഴ്സികൾ സൗരാഷ്ട്രീയലിസം എന്ന മതമാണ് പിന്തുടരുന്നത്. ഇറാനും അഫ്ഗാനിസ്ഥാനും അതിർത്തി പങ്കിടുന്ന ഭൂപ്രദേശമായ ഹിന്ദുകുഷ്, സെറിസ്ഥാൻ എന്നീ പർവ്വതനിരകളിൽ വസിക്കുന്ന ഗോത്ര ആളുകൾക്കിടയിൽ സൊറാസ്ട്രിയനിസം വികസിപ്പിച്ചതായി വിശ്വസിക്കപ്പെടുന്നുണ്ട്. സൊറാസ്റ്റർ എന്ന ഒരു മതനേതാവ് സ്ഥാപിച്ചതായാണ് പറയുന്നത്. ഇത് യഹൂദമതത്തിനും ക്രിസ്തുമതത്തിനും മുമ്പുള്ളതാണ്. ഹിന്ദുമതവുമായി ചില ബന്ധമുണ്ട്. ഏകദേശം BC 6000 മുതൽ ഇത് ഉണ്ടാകുവാനാണ് സാധ്യത. പാഴ്സികൾ അസാധാരണമായ സ്ഥിരോത്സാഹവും ബുദ്ധിശക്തിയുമുള്ള വ്യക്തികളാണ്. ഇന്ത്യയിൽ പാഴ്സി സമൂഹം സാമ്പത്തികമായും സാമൂഹികമായും വളരെ വേഗമാണ് വളർന്നു വന്നത്. വ്യാപാരം, വ്യവസായം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെല്ലാം ഇവർ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവർ വളരെ കഠിനാധ്വാനം ചെയ്യുകയും ആളോഹരി വരുമാനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സമൂഹമായി മാറുകയും ചെയ്തിട്ടുണ്ട്. 139 കോടി ഇന്ത്യക്കാരിൽ 60,000 പാഴ്സികൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഏറ്റവും സമ്പന്നരായ 10 ഇന്ത്യക്കാരിലെടുത്താൽ അതിൽ 3 പേരും പാഴ്സികളാണ്. സമ്പത്ത് സൃഷ്ടിക്കുന്നതിലും ജീവകാരുണ്യത്തിലും ഇവർ വിശ്വസിക്കുന്നു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ വികസിപ്പിച്ച വ്യാപാരത്തിനും നിരവധി വ്യവസായങ്ങൾക്കും ഇവർ തുടക്കമിട്ടിട്ടുണ്ട്. കഴിഞ്ഞ 600 വർഷമായി ഇന്ത്യയിൽ ഏറ്റവും സജീവമായ വ്യവസായികളാണ് പാഴ്സികൾ. ഇന്ന് ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാണ്. അതിൽ പാഴ്സികൾ ഒരു വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. പൊതുവായ പാഴ്സി കുടുംബ പേര് ദാറുവല്ല, ടാറ്റ, മിസ്ത്രി, വാഡിയ, ഭാബ, ഇറാനി, മനേക്ഷ, ബാറ്റ്ലിവാല, ഗഞ്ചവാല തുടങ്ങിയവയാണ്. പാഴ്സികൾ ഇന്ന് ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷമായി തുടരുന്നു. എന്നിരുന്നാലും വിദ്യാഭ്യാസം, ശാസ്ത്രം, കല, സാഹിത്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇവർ വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവായ ജാംസെഡ്ജി ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ രത്തൻ ടാറ്റ, കരസേന മുൻ മേധാവി ഫീൽഡ് മാർഷൽ സാം മനേക്ഷ, ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് ഹോമി ജഹാംഗീർ ഭാഭ, ഇന്ത്യയുടെ 38ാമത് ചീഫ് ജസ്റ്റിസ് SH കപാഡിയ, ഗോദ്രേജ് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ അർദേശിർ ഗോദ്രേജ്, ക്വീൻ എന്ന റോക്ക് ബാൻഡിന്റെ പ്രധാന ഗായകൻ ഫ്രെഡി മെർക്കുറി, TV നടൻ ബൊമാൻ ഇറാനി തുടങ്ങിയവരെല്ലാം തന്നെ പാഴ്സികളാണ്. രാജ്യത്തിന്റെ സ്വതന്ത്ര സമരത്തിൽ നിരവധി പ്രമുഖ പാഴ്സികൾ ഒരു പ്രധാന പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ലോക പ്രശസ്തരായ നിരവധി പ്രശസ്ത പാഴ്സി ശാസ്ത്രജ്ഞരും കലാകാരന്മാരുമുണ്ട്. കഴുകന്മാർക്ക് തിന്നാൻ വേണ്ടി പ്രത്യേകം നിർമ്മിച്ച ഒരു ഗോപുരത്തിൽ മരിച്ചവരെ സംസ്കരിക്കുന്ന പ്രശസ്തമായ ശവസംസ്കാര പാരമ്പര്യം ഉൾപ്പെടെ നിരവധി സവിശേഷമായ ആചാരങ്ങൾക്ക് ഇവർ പേരുകേട്ടവരാണ്. ഇവരുടെ മഹത്തായ ഭൂതകാലവും നിരവധി പാഴ്സികളുടെ തുടർച്ചയായ വിജയവും ഉണ്ടായിരുന്നിട്ടും ഇന്ന് വളരെ ചെറിയ ഒരു സമൂഹം മാത്രമായി പാഴ്സികൾ ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. ഇന്ത്യയിലുടനീളം 61,000 പേർ മാത്രമേ ആകെയുള്ളൂ. ഇന്ത്യൻ അധികാരികൾ പാഴ്സികളെ മറ്റ് സമൂഹങ്ങൾക്ക് ഒരു മാതൃകയായാണ് കാണുന്നത്. ഇന്ത്യയിലെ മറ്റു മിക്ക വംശീയ വിഭാഗങ്ങളും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ദശകത്തിൽ 10 മുതൽ 15% വരെ പാഴ്സികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പാഴ്സികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരാം. അതിനായി ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും.